എല്ലാവർക്കും നമസ്കാരം. മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ചർച്ച ചെയ്യാൻ പോണേന്ന് അറിയോ? നിങ്ങളുടെ സിലബസിൽ ഒരു ഭാഗം കണ്ടിട്ടുണ്ടായിരിക്കും. ഗദ്യവും പദ്യവുമായിട്ട് ഒരു ഖണ്ഡിക, ഒരു പാരഗ്രാഫ് നമുക്ക് തരും. അത് വായിച്ചിട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തും. ഇപ്പൊ 4-5 ക്വസ്റ്റ്യൻസ് തരും. ആ പാരഗ്രാഫിൽ നിന്ന് അതിന്റെ ഉത്തരം കണ്ടെത്താനാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിച്ച് വായിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് മാർക്ക് കണ്ടെത്താം. അപ്പൊ നമുക്ക് അതിന്റെ ഓരോ എക്സാമ്പിൾ, ഇത് PYQ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഖണ്ഡിക തന്നിരിക്കുന്നത് പ്രോസ് അല്ലെ, പ്രോസ് വിഭാഗത്തിൽ നിന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് വായിച്ചു നോക്കാം. എന്നിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. നോക്കൂ, ഗദ്യഭാഗം വായിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 41 മുതൽ 45 വരെയുള്ള ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഫ്രീ ഹിറ്റ് പോലെയാണ് കേട്ടോ. നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. നോക്കിയേ, ഏത് പ്രയത്നം ചെയ്യുമ്പോഴും സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം, അതാണ് ലോകത്തിലെ ഏക മതം. അത് നമ്മുടെ നവോത്ഥാന കാലവും ആധുനിക കാലവും ഉൽപ്പാദിപ്പിച്ച മഹത്തായ ഒരു ആശയമാണ്. എന്നാൽ ഹെഡണിസം, നോക്കിയടാ, ഹെഡണിസം അതിന്റെ മലയാള വാക്ക് ആനന്ദവാദം എന്നാണ് കേട്ടോ. എന്ന ബദൽ ആശയമാണ് വിപണി ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ശരീര കേന്ദ്രിതം മാത്രമായ ഒരു ലോകത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരീരം വളരെ പ്രധാനമാണ്. കാരണം ശരീരം കൊണ്ടാണ് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന്റെ അപരലോകം ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കാണ്, ഒന്നുകൂടെ വായിക്കുകയാണ്. ഏത് പ്രയത്നം ചെയ്യുമ്പോഴും സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം, അതാണ് ലോകത്തിലെ ഏക മതം എന്ന് ആദ്യം പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ നവോത്ഥാന കാലവും ആധുനിക കാലവും ഉൽപ്പാദിപ്പിച്ച മഹത്തായ ഒരു ആശയമാണ് ഇത് എന്ന് പറയുന്നു. എന്നാൽ ഹെഡണിസത്തിന്റെ മലയാളം ആനന്ദവാദം എന്നാണ്. എന്ന ബദൽ ആശയമാണ് വിപണി ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ശരീര കേന്ദ്രിതം മാത്രമായ ഒരു ലോകത്തിനെയാണ് മുന്നോട്ട് വെക്കുന്നത്. ശരീരം വളരെ പ്രധാനമാണ്. കാരണം ശരീരം കൊണ്ടാണ് മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന്റെ അപരലോകം ഉണ്ടാക്കുന്നത്. 2 പ്രാവശ്യം ഒന്ന് മനസ്സിരുത്തി വായിച്ചപ്പോ എന്തൊക്കെയോ പോയിന്റ് ഉള്ളിലേക്ക് വന്നൂലോ. ഇനി നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതെന്ന്. നോക്കൂ, ആദ്യത്തേത് കഴിഞ്ഞിട്ടില്ല, ഇതും കൂടി ഉണ്ട്. അത് ആദർശാധിഷ്ഠിതമായ ഒരു ശരീരമാണ്, മൂല്യാധിഷ്ഠിതമായ ഒരു ശരീരമാണ്, ആധുനികമായ ഒരു ശരീരമാണ്. ആശയ കേന്ദ്രിതമായ ലോകത്ത് നിന്ന് ആശയമുക്തമായ ഒരു ലോകത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുകയാണ് ഇതുവഴി മൂലധനം ചെയ്യുന്നത്. അങ്ങനെ ഒരു ആധുനിക ജന്തുവായി മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. അതിനെതിരെയുള്ള പ്രതിരോധമായിട്ടാണ് സൗന്ദര്യശാസ്ത്രത്തെ മാറ്റുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം. ഇന്ന് നമ്മൾ ശരീരം ഭംഗിയാക്കാനുള്ള പ്രൊഡക്റ്റുകൾ അത് മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ളൂ അല്ലെ. മനസ്സ് നന്നാക്കാനൊന്നും ആരും ശ്രമിക്കില്ല. നമ്മൾ കാണാൻ ഭംഗിയായിരിക്കണം. ശരീരം, സ്കിന്ന്, നമ്മളുടെ ഡ്രസ്സ്, നമ്മളിടുന്ന ആക്സസറീസ്, നമ്മളുടെ ബാഗ്, ചെരുപ്പ്, അതുപോലത്തെ സാധനങ്ങൾ, മുടി അടക്കം എല്ലാം ഭംഗിയായിട്ടിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. നോക്കൂ, അത് ആദർശാധിഷ്ഠിതമായ ഒരു ശരീരമാണ്, മൂല്യാധിഷ്ഠിതമായ ഒരു ശരീരമാണ്, ആധുനികമായ ഒരു ശരീരമാണ്. ആശയ കേന്ദ്രിതമായ ലോകത്ത് നിന്ന് ആശയമുക്തമായ ഒരു ലോകത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുകയാണ് ഇതുവഴി മൂലധനം ചെയ്യുന്നത്. അങ്ങനെ ഒരു ആധുനിക ജന്തുവായി മനുഷ്യനെ രൂപപ്പെടുത്തുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. അതിനെതിരെയുള്ള പ്രതിരോധമായിട്ട് സൗന്ദര്യശാസ്ത്രത്തെ മാറ്റുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്. മൂല്യാധിഷ്ഠിതം എന്ന പദം വിഗ്രഹിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇതുമായി ബന്ധമില്ലാത്തതാണ് അല്ലെ, നമ്മുടെ പാരഗ്രാഫുമായി, അങ്ങനെയല്ല, ചോദ്യം ഉത്തരം എന്നുള്ള രീതിയിൽ പാരഗ്രാഫുമായിട്ട് ഇതിന് ബന്ധമില്ല. മൂല്യാധിഷ്ഠിതം എന്ന പദത്തിനെ വിഗ്രഹിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മൂല്യത്താൽ അധിഷ്ഠിതമാകുന്നത്, മൂല്യപരമായി അധിഷ്ഠിതമാവുന്നത്, മൂല്യത്തിൽ അധിഷ്ഠിതമായത്, മൂല്യവും അധിഷ്ഠിതവും. ഇതിൽ ഏതാണ് കറക്റ്റ് മക്കളെ പറഞ്ഞു തരൂ. മൂല്യാധിഷ്ഠിതം എന്ന് പറഞ്ഞാല് മൂല്യത്തിൽ അധിഷ്ഠിതമായത് എന്നതാണ് അല്ലെ. മൂല്യത്താൽ അധിഷ്ഠിതമായതിനെ നമുക്ക് മൂല്യാധിഷ്ഠിതം എന്ന് പറയാൻ പറ്റും. മൂല്യത്താൽ ഒരു മിനിറ്റ്. മൂല്യാധിഷ്ഠിതം എന്നത് വിഗ്രഹിക്കുമ്പോ മൂല്യത്താൽ അധിഷ്ഠിതമാകാവുന്നത് അല്ല,
മൂല്യപരമായ അധിഷ്ഠിതം അല്ല, മൂല്യത്തിൽ അധിഷ്ഠിതമായതിനെയാണ് നമ്മൾ മൂല്യാധിഷ്ഠിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യത്തേക്ക് നമ്മൾ പോവാണ്, നോക്കിക്കോ. ഒരു വാക്ക് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഹെഡണിസം. മുന്നോട്ട് വെക്കുന്നത് എന്ത്? ഹെഡണിസത്തിന് നമ്മൾ എന്തെന്നാ പറഞ്ഞ? ആനന്ദവാദം എന്നാണ് പറഞ്ഞത് അല്ലെ. അതെന്താണ് മുന്നോട്ട് വെക്കുന്നത്? ആശയ കേന്ദ്രിതമായ ഒരു ലോകമാണോ, ശരീര കേന്ദ്രിതമായ ഒരു ലോകമാണോ, നിർമ്മലമായ ഒരു ലോകമാണോ, സ്നേഹാധിഷ്ഠിതമായ ഒരു ലോകമാണോ? എന്താണ് ഈ ഹെഡണിസം എന്ന സംഭവം മുന്നോട്ട് വെക്കുന്നത്? പറയാമോ? ഹെഡണിസം മുന്നോട്ട് വെക്കുന്നത് ശരീര കേന്ദ്രിതമായ ലോകമാണ്. മക്കളെ ഓർത്തിരിക്കണേ, ഹെഡണിസം മുന്നോട്ട് വെക്കുന്നത് ശരീര കേന്ദ്രിതമായ ഒരു ലോകമാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തേക്ക് നമ്മൾ പോവാണ്. അതാണ് ഏറ്റവും വലിയ അപകടം ഏത്? ഒരു കോട്ടിങ് പോലെ തന്നിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയ അപകടം ഏത് എന്നതാണ്. ജന്തുവിനെ മനുഷ്യനാക്കുന്നത്, ജന്തുവിനെ സ്നേഹിക്കുന്നത്, മനുഷ്യനെ ആധുനിക ജന്തുവാക്കി മാറ്റുന്നത്, മനുഷ്യൻ ആദർശവാനാകുന്നത്. ഏത്? ഒന്ന് പറയൂ. ജന്തുവിനെ മനുഷ്യനാക്കുന്നതാണോ? അല്ല. ജന്തുവിനെ സ്നേഹിക്കുന്നതാണോ? ഒരിക്കലും അല്ല. മനുഷ്യനെ ആദർശവാനാകുന്നതാണോ? അല്ല. മനുഷ്യനെ ആധുനിക ജന്തുവാക്കി മാറ്റുന്നത് അല്ലെ, അതാണ് ഏറ്റവും വലിയ അപകടം. ഏതെന്ന് ചോദിച്ചാല് മനുഷ്യനെ ആധുനിക ജന്തുവാക്കി മാറ്റുന്നത് എന്നതാണ്. അപ്പൊ 3 കിട്ടി, 3 മാർക്ക് നമ്മളുടെ കയ്യിലായിട്ടാ. 4ാമത്തെ ചോദ്യത്തേക്ക് പോവാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം എന്താണ് എന്നതാണ് ചോദ്യം. നോക്കൂ, ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം എന്ത് എന്നതാണ്. സൗന്ദര്യശാസ്ത്രം കൊണ്ട് പ്രതിരോധം തീർക്കുക, സൗന്ദര്യശാസ്ത്രത്തെ വിപണിക്കായി പരുവപ്പെടുത്തുക, സൗന്ദര്യശാസ്ത്രത്തെ നിരാകരിക്കുക, സൗന്ദര്യശാസ്ത്രത്തിന് പ്രയോജനമില്ലെന്നറിയുക. ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം എന്തെന്നാ നമ്മൾ പറഞ്ഞത്? സൗന്ദര്യശാസ്ത്രത്തെ വിപണിക്കായി പരുവപ്പെടുത്തുക എന്നതാണ് അല്ലെ. സൗന്ദര്യശാസ്ത്രത്തെ വിപണിക്കായി പരുവപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നേ. 5ാമത്തെ ചോദ്യം. ഏത് പ്രയത്നം ചെയ്യുമ്പോഴും സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം, അതാണ് ലോകത്തിലെ ഏകമതം. ഇത് സൂചിപ്പിക്കുന്നത് എന്ത് എന്നതാണ് ചോദ്യം. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്നുകൂടെ വായിക്കാം. ഏതു പ്രയത്നം ചെയ്യുമ്പോഴും സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം, അതാണ് ലോകത്തിലെ ഏകമതം എന്ന് പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് എന്ത് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവയാണ് എല്ലാവർക്കും വേണ്ടത്. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവ പ്രധാനമല്ല. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവയിൽ ഒന്നും പ്രസക്തമല്ല. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവ ഒരു മതവും അംഗീകരിക്കുന്നില്ല. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നേ? പാരഗ്രാഫ് നോക്കണോ? പാരഗ്രാഫ് നോക്കണോ? നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് പ്രയത്നം ചെയ്യുമ്പോഴും സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം, അതാണ് ലോകത്തിലെ ഏകമതം. അതാണ് ലോകത്തിലെ ഏകമതം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോ ഇതിൽ ഏതാണ് ഉത്തരമാവാൻ സാധ്യതയുള്ളത്? അതാണ് എല്ലാവർക്കും വേണ്ടത് എന്നാണ് അല്ലെ. സ്വസ്ഥത, സമാധാനം, സംതൃപ്തി, സന്തോഷം എന്നിവയാണ് എല്ലാവർക്കും വേണ്ടത് എന്നതാണ്. അപ്പൊ ഇതാണ് 5 ചോദ്യങ്ങൾ ആ പാരഗ്രാഫിൽ നിന്നും വന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ? പാരഗ്രാഫ് 2ആവർത്തി വായിക്കുക, അല്ലെങ്കിൽ നമ്മൾ ചോദ്യം വായിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പാരഗ്രാഫ് ഒന്നുകൂടി എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ 5 മാർക്ക് മേടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ മനസ്സിലായല്ലോ? ഇത് PYQ ആണ്, PSC ചോദിച്ചതാണ്. ഓക്കെ അല്ലേ? ഇങ്ങനത്തെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്ന ഗദ്യഭാഗം വായിച്ച് 61 മുതൽ 65 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഡേവിഡ് എംബ്രാസ് പറയുന്നത് പാശ്ചാത്യ ലോകത്ത് ഭാഷയെക്കുറിച്ചുള്ള ചർച്ചകൾ അത്രയും പ്രകൃതിയുമായി മനുഷ്യനുള്ള പാരസ്പര്യത്തെ നിഷേധിക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. മനസ്സ്, ശരീരം എന്ന ദെക്കാർത്തിയൻ വിഭക്തി മനസ്സിന്റെ ഉൽപ്പന്നമായ ചിന്തയെയും അത് സാധ്യമാക്കുന്ന ഭാഷയെയും യഥാർത്ഥ ലോകത്ത് നിന്ന് അടർത്തിയെടുത്തു. പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരവിപ്പിക്കാനുമാണ് ഭാഷ ഇന്ന് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. ഡേവിഡ് എംബ്രാംസ് പറയുന്നത്
പാശ്ചാത്യ ലോകത്ത് ഭാഷയെക്കുറിച്ചുള്ള ചർച്ചകൾ അത്രയും പ്രകൃതിയുമായി മനുഷ്യനുള്ള പാരസ്പര്യത്തെ നിഷേധിക്കാനാണ് ഉപയോഗിക്കുന്നത്. മനസ്സ്, ശരീരം എന്ന ദെക്കാർത്തിയൻ വിഭക്തി മനസ്സിന്റെ ഉൽപ്പന്നമായ ചിന്തയെയും സാധ്യമാക്കുന്ന ഭാഷയെയും യഥാർത്ഥ ലോകത്ത് നിന്ന് അടർത്തിയെടുത്തു. പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരവിപ്പിക്കാനുമാണ് ഭാഷ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. നോക്കൂ, അതുമൂലം പ്രകൃതിയുമായുള്ള പ്രത്യക്ഷ ബന്ധത്തിലൂടെ നേടുന്ന ഇന്ദ്രിയാനുഭൂതികളെ അവിശ്വസിക്കാനും ഭാഷാധിഷ്ഠിതവും അമൂർത്തവുമായ ആശയങ്ങളെ അംഗീകരിക്കാനും വ്യവസായ സംസ്കാരം നമ്മെ ശീലിപ്പിച്ചിരിക്കുന്നു. ആശയലോകത്ത് മാത്രം വിഹരിക്കുന്നവരാണ് ബാഹ്യലോകവുമായുള്ള ബന്ധം നിഷേധിച്ച് കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതം മാത്രമായ പഠനങ്ങൾ നടത്തുന്നത്. ക്രിയകളും പ്രതിപാദ്യ വസ്തു സൂചകത്വവുമായി ഭാഷയ്ക്കുള്ള ബന്ധം അടർത്തിയെടുക്കുമ്പോൾ ഉത്തരവാദിത്വരഹിതമായ ഭാഷയായി മാറുന്നു. സ്വയം പാഠം എന്ന സ്ഥലമായി മാറുന്ന ഭാഷയ്ക്ക് യഥാർത്ഥ സ്ഥലവും അവിടത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധം നഷ്ടമാകുന്നു എന്നാണ്. ഇത് എന്ത് മലയാളം എന്ന് തോന്നുന്നില്ലേ? അങ്ങനെയാണ് 5 മാർക്ക് അവര് നമുക്ക് വെറുതെ തരില്ല. ഇത് വായിച്ചു മനസ്സിലാക്കാൻ തന്നെ കുറെ സമയം എടുക്കണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ പാരഗ്രാഫിക്ക് പോയി നോക്കിയിട്ട് വരാം ട്ടോ. വരൂ. പാശ്ചാത്യ ലോകത്തെ ഭാഷാ ചർച്ചകൾ എന്തിനെ കുറിച്ചാണ് എന്നതാണ് ചോദ്യം. പാശ്ചാത്യ ലോകത്തെ ഭാഷാ ചർച്ചകൾ എന്തിനെ കുറിച്ച്? അങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടോ എന്ന് നോക്കിയേ. ഡേവിഡ് എംറാംസ് പറയുന്നത് പാശ്ചാത്യ ലോകത്ത് ഭാഷയെ കുറിച്ചുള്ള ചർച്ചകൾ അത്രയും പ്രകൃതിയുമായി മനുഷ്യനുള്ള പാരസ്പര്യത്തെ നിഷേധിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. പ്രകൃതി സംരക്ഷണത്തെ കുറിച്ച്, ഭാഷയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തെ കുറിച്ച്, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യ നിഷേധത്തെ കുറിച്ച്, പ്രകൃതിയുടെ പാരസ്പര്യ നിഷേധത്തെ കുറിച്ച്. ഏതോ ഉത്തരമായിട്ട് വരുന്നേ? എന്താ നമ്മളിവിടെ കണ്ടത്? പ്രകൃതിയുമായി മനുഷ്യനുള്ള പാരസ്പര്യത്തെ നിഷേധിക്കാൻ എന്നാണ്. അപ്പൊ പാരസ്പര്യ നിഷേധം എന്നതാണ് ഉത്തരം വരിക അല്ലെ. ഭാഷയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യ നിഷേധത്തെ കുറിച്ച് എന്ന ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത്. കിട്ടിയോ? അടുത്തത് അപ്പൊ ഇതിന്നൊരു വിഗ്രഹിക്കൽ ഉണ്ട് ട്ടാ. കഴിഞ്ഞതില് മൂല്യാധിഷ്ഠിതം വിഗ്രഹിക്കാനായിരുന്നു. ഇതിൽ പാഠാധിഷ്ഠിതം എന്നത് വിഗ്രഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പാഠത്തിന്റെ അധിഷ്ഠിതം, പാഠവും അധിഷ്ഠിതവും, പാഠം പോലെ അധിഷ്ഠിതം, പാഠത്താൽ അധിഷ്ഠിതമായത്. ഏതാണ് പാഠാധിഷ്ഠിതം എന്ന് പറയുന്നേ? പാഠത്താൽ അധിഷ്ഠിതമായത് എന്നാണ് അല്ലെ. പാഠത്താൽ അധിഷ്ഠിതമായത് എന്നാണ്, കറക്റ്റ് ആണ്. അടുത്ത ചോദ്യം നോക്കൂ. യഥാർത്ഥ സ്ഥലവും അവിടത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധം നഷ്ടമാകുന്നതാർക്ക് എന്നതാണ് ചോദ്യം. ഒരു മിനിറ്റ്. പാഠാധിഷ്ഠിതം നമ്മൾ ചെയ്തു, പാഠത്താൽ അധിഷ്ഠിതം. അടുത്തത് യഥാർത്ഥ സ്ഥലവും അവിടത്തെ സമൂഹവും മനുഷ്യനും പ്രകൃതിയുമായുള്ള ജൈവബന്ധവും ആർക്കാണ് നഷ്ടപ്പെടുന്നത് എന്നതാണ് ചോദ്യം. സമൂഹ ഭാഷയ്ക്ക്, സ്വയം പാഠം എന്ന സ്ഥലമായി മാറുന്ന ഭാഷയ്ക്ക്, ജൈവബന്ധം നഷ്ടപ്പെട്ട പ്രകൃതിക്ക്, പാഠത്തെയും സ്ഥലത്തെയും ഉൾക്കൊള്ളുന്ന ഭാഷയ്ക്ക്. അപ്പൊ ഏതാ ഉത്തരമായിട്ട് വരുന്നേ? ഓപ്ഷൻ ബി ആണ്. സ്വയം പാഠം എന്ന സ്ഥലമായി മാറുന്ന ഭാഷയ്ക്കാണ് യഥാർത്ഥ സ്ഥലവും അവിടത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധവും ഒക്കെ നഷ്ടമാകുന്നത് എന്ന് ഓർത്തുവെക്കണം. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യമാണ്. കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതം മാത്രമായ പഠനങ്ങൾ നടത്തുന്നതാര് എന്നതാണ് ചോദ്യം. കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതം മാത്രമായ പഠനങ്ങൾ ആര് നടത്തുന്നു എന്നതാണ്. പരിസ്ഥിതി പ്രവർത്തകർ, മനഃശാസ്ത്രജ്ഞർ, ആശയം പ്രധാനമായി കരുതുന്നവർ, ആശയ ലോകത്ത് മാത്രം വിഹരിക്കുന്നവർ. ഏതാ കറക്റ്റ് ആയിട്ട് വരുന്നേ? കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ടിട്ട് വല്ലാത്തൊരു വാക്കുകളാണ് അല്ലെ. പാഠാധിഷ്ഠിതം മാത്രമായ പഠനങ്ങൾ നടത്തുന്നതാര് എന്നതാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് നോക്കുകയാണ്. കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട്
പാഠാധിഷ്ഠിതമായ പഠനങ്ങൾ നടത്തുന്നത് ആരാണ്? ആശയ ലോകത്ത് മാത്രം വിഹരിക്കുന്നവർ. അപ്പൊ നമുക്ക് നോക്കാം അങ്ങനെ ഒരെണ്ണം ഉണ്ടോന്ന്. നോക്കൂ, ആശയ ലോകത്ത് മാത്രം വിഹരിക്കുന്നവർ എന്ന് നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ട് വേണം ഉത്തരം സെലക്ട് ചെയ്യാനായിട്ട്. കിട്ടിയല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരവിപ്പിക്കാനും ഇന്ന് ഉപയോഗിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദിക്കുന്നത്. പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരവിപ്പിക്കാനും ഇന്ന് എന്തുപയോഗിക്കുന്നു എന്നതാണ് ചോദ്യം. എന്താണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ പറയൂ. ഇതിൽ നോക്കാം നമുക്ക്. വരൂ, ഭാഷയാണ് അല്ലെ. ഇത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഭാഷയാണ് എന്ത് ചെയ്യുന്നത്? പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരവിപ്പിക്കാനും ഇന്ന് ഉപയോഗിക്കുന്നത് ഭാഷയാണ്. കുറച്ചൊരു കടുകട്ടിയുള്ള പാരഗ്രാഫ് വരുമ്പോ നന്നായിട്ട് തന്നെ വായിച്ചു നോക്കണം കേട്ടോ. അതിന്റെ ആശയം കൂടെ നമ്മൾ യഥാർത്ഥത്തിൽ ഉൾക്കൊണ്ടാലേ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. തെറ്റരുത്, മൈനസ് മാർക്ക് വരുത്തരുത്. നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. രണ്ടും PYQs ആണ്. അപ്പൊ ഇത്തരം രീതിയിലാണ് ഈ ഏരിയന്ന് ക്വസ്റ്റ്യൻ വരാം. ഒന്നില്ലെങ്കിൽ ഒരു ഗദ്യം തരും, അല്ലെങ്കിൽ ഒരു ഗദ്യവും തരും പദ്യവും തരും, രണ്ടീന്നും വരും. ഗദ്യത്തിന് ഇതേ രീതിയിലാണ് വരിക. ഇനി പദ്യത്തിന്റെ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം.